ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കീഴല്ലൂർ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകി ഡാമിൻ്റെ പരിസര പ്രദേശത്തുള്ള വേങ്ങാട് പഞ്ചായത്തിലെ വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്ത് ഒറ്റപ്പെട്ട കുടുംബങ്ങളെ കെ ശൈലജ MLAയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകരെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ദുരിതത്തിൽ അകപ്പെട്ടവരെ സംരക്ഷിക്കാൻ സർക്കാർ കൂടെ ഉണ്ടാകുമെന്ന് MLA പറഞ്ഞു. രാവിലെ മുതലേ പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിലും ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ചെക്ക് ഡാം വലിയ തോതിൽ കരകവിഞ്ഞത്. തുടർന്ന് വേങ്ങാട് പഞ്ചായത്തിലെ ഡാമിന്റെ കരയോട് ചേർന്നുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറി. ആദ്യഘട്ടത്തിൽ വെള്ളം കയറിയ വീടുകളിലെ ആളുകളെ ബന്ധു വീടുകളിൽ മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ ഉച്ചയോടെ വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ വീടുകളിലെ കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. വൈകുന്നേരവും വെള്ളം ഇറങ്ങാതെ വന്നതോടെ എങ്ങനെ പുറത്തേക്ക് കടക്കുമെന്ന ആശങ്കയിലായിരുന്നു ഇവർ. സന്നദ്ധ പ്രവർത്തകരെത്തി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ കെ ശൈലജ MLA വെള്ളം കയറിയ ഇടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. തുടർന്ന് ഫയർഫോഴ്സിന്റെ ഡങ്കി ബോട്ടും മറ്റും ഉപയോഗിച്ചും കയറുകെട്ടിയും കുടുങ്ങിയവരെ പുറത്തെടുക്കുകയായിരുന്നു. കുഞ്ഞു കുട്ടികൾ മുതൽ വയോധികർ വരെ ഒറ്റപ്പെട്ടുപോയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഒരാളുടെ ഉയരത്തിലാണ് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത്. തുടർന്ന് കെ ശൈലജ MLA കീഴല്ലൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി. ശബ്ദം കേട്ടിട്ട് ഞാൻ വാല് തുറന്നിട്ട് പുറത്ത് ഇറങ്ങിന്. എന്നിട്ട് നോക്കുമ്പോൾ ഈ ഒച്ച കേട്ടിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ കേരളത്തിലുടനീളം സാധാരണ കാണാത്ത വിധത്തിലുള്ള വലിയ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും രൂക്ഷമായിട്ട് ആളപായം ഉണ്ടായിട്ടില്ലെങ്കിലും ഒരുപാട് വീടുകൾ നശിച്ചു പോകുന്നു. ഈ മട്ടന്നൂർ മണ്ഡലത്തിൽ തന്നെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും, മാങ്ങാട്ടിട പഞ്ചായത്ത്, ചിറ്റാരിപ്പറമ്പ്, മാലൂര്, കോളയാട്, അതുപോലെ മട്ടന്നൂർ നഗരസഭ, കീഴല്ലൂർ പഞ്ചായത്ത്, എല്ലായിടത്തും കൂടാടി എല്ലാ പഞ്ചായത്തുകളിലും വലിയ നാശനഷ്ടവും അതുപോലെ വലിയ വെള്ളപ്പൊക്കവുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാണുന്നത്. ബഹുജനങ്ങളാകെ ഇതിനകത്ത് അണിനിരന്നിട്ടുണ്ട് സുരക്ഷാ പ്രവർത്തനങ്ങളുമായി. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ നിന്ന് കരകയറാമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് നാട്ടുകാരെല്ലാം പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥന്മാരെ എല്ലാ ഭാഗത്തും വിന്യസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദുരിതത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ ചെയ്യുമെന്ന് MLA പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.